ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒരു വമ്പൻ നേട്ടമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് 2024 ഓഗസ്റ്റിൽ ഇന്ത്യ INS അരിഘട്ടിനെ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇതിന്റെ പ്രവേശന ഉത്സവം നടന്നത്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരാണവ സംഘർഷം ഉണ്ടായാൽ മതിയായ പരിധികളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആണവോർജ്ജമുള്ള അന്തർവാഹിനികളെ സജ്ജീകരിക്കുക എന്നതാണ് അതിജീവനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി നിലവിൽ വന്നതു മുതൽ സമുദ്രത്തിന്റെ ആഴം വലിയ അളവിൽ അതാര്യമായി തുടരുന്നതിനാൽ ഏറ്റവും അതിജീവിക്കുന്ന ഡെലിവറി സംവിധാനമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ഇതാ 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 അന്തർവാഹിനി വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഘടിപ്പിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിധാമനും ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നു. ഇത് അടുത്ത വർഷത്തോടെ പൂർണ്ണമായും പ്രവർത്തനമാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിധമൻ ചൈനയുടെ ഒരു പ്രധാന ഭാഗത്തെ തന്നെ ഇന്ത്യയുടെ സ്ട്രൈക്ക് കവറിനുള്ളിൽ കൊണ്ടുവരും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആണവ അന്തർവാഹിനികളായ INS അരിഹന്തും INS അരിഘട്ടും 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 മിസൈലുകളാലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് INS അരിധമന്റെ അത്രയും പ്രഹരശേഷിയില്ല. അതായത് ഇതിന്റെ പ്രഹരശേഷി വളരെ പരിമിതമാണ്. അതായത് പാകിസ്ഥാനുമായുള്ള ഒരു പോരാട്ടത്തിൽ പോലും ഈ മിസൈലുകൾക്ക് രാജ്യത്തിന്റെ തെക്കുഭാഗത്തുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ കവർ ചെയ്യാനാവൂ. INS അരിധമന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് INS അരിഹന്ത് ഏകദേശം 111.6 മീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ INS അരിധമിന് 125.4 മീറ്റർ ലോഡ് വാട്ടർ ലൈൻ അളവുണ്ട്. അതായത് INS അരിഹന്തിനേക്കാളും വളരെയധികം വലുപ്പമുള്ളതാണ് INS അരിധമൻ. അതുപോലെ ഉപഗ്രഹ ചിത്രത്തിൽ കാണുന്ന ലോഞ്ച് ട്യൂബുകൾ സൂചിപ്പിക്കുന്നത് അന്തർവാഹിനിക്ക് അതിന്റെ മുൻഗാമികളെക്കാൾ ഇരട്ടി ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയും എന്നതാണ്. ഈ INS അരിധാമിന് ശേഷം ഇന്ത്യൻ നാവികസേന മറ്റൊരു SSBN നിർമ്മിക്കാനും പദ്ധതിയിടുന്നുണ്ട്. S4 എന്ന് കോഡ് നാമം ചെയ്തിരിക്കുന്നു അതിന്. ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിക്ക് പുറമെ 2 ആണവശക്തിയുള്ള പരമ്പരാഗത സായുധ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നാവികസേന സർക്കാരിൽ നിന്ന് AON തേടുന്നുമുണ്ട്. ചൈനയുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ചൈനയുടെ അന്തർവാഹിനി കപ്പൽ 7 ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ, 12 ആണവ ആക്രമണ അന്തർവാഹിനികൾ, 50-ലധികം ഡീസൽ ആക്രമണ അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ 70-ലധികം അന്തർവാഹിനികളുണ്ട്. എന്നാൽ ഇന്ത്യയിലേതാകട്ടെ പരമ്പരാഗത അന്തർവാഹിനി കപ്പലുകളിൽ ഭൂരിഭാഗവും 1980-കളിൽ ഏറ്റെടുത്ത ആണവ അന്തർവാഹിനികളാണ്. PLA നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുമായി പൊരുത്തപ്പെടുന്നതിന് ആണവോർജ്ജമുള്ള അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ നിർണായകമാണ്. ആണവ അന്തർവാഹിനികൾക്ക് രഹസ്യവും പരിധിയില്ലാത്ത സഹിഷ്ണുതയുമുള്ള ശക്തമായ പ്ലാറ്റ്ഫോമുകളാണ്. കൂടുതൽ അനിശ്ചിതമായി വെള്ളത്തിനടിയിൽ തുടരാനും തുറമുഖത്തു നിന്ന് വളരെ അകലെയും ഉയർന്ന വേഗതയിലും പ്രവർത്തിക്കാനും കഴിയും. കാരിയർ യുദ്ധഗ്രൂപ്പിന്റെ ഭാഗമായി അവർക്ക് നീങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകളാൽ സായുധരായ അവർക്ക് സമുദ്ര യുദ്ധത്തിന്റെ രൂപം തന്നെ മാറ്റാൻ കഴിയും. വേഗത കുറഞ്ഞതും നീളം കുറഞ്ഞതുമായ ഡീസൽ അന്തർവാഹിനിയേക്കാൾ SSN കൂടുതൽ എത്താനുള്ള കഴിവും സഹിഷ്ണുതയും വേഗതയും ഉണ്ട്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള ഡീസൽ എഞ്ചിൻ കം ബാറ്ററി പ്രൊപ്പൽഡ് പരമ്പരാഗത ബോട്ടുകൾക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോളോ അപേക്ഷിച്ച് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാം. ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ SSN കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമല്ല മറ്റു യുദ്ധക്കപ്പലുകളെ മറികടക്കുന്നതിന് ആവശ്യമായ വേഗതയും ഇവയ്ക്കുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധമായി മാറുന്നു ആണവ അന്തർവാഹിനികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.